പത്മശ്രീ ലഭിച്ചു. ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ കിട്ടണമെന്ന് തോന്നിയിരുന്നില്ലേ? എല്ലാവരും ഇതാണ് പറയുന്നത്. എല്ലാവരും എന്നോട് പറഞ്ഞവരെല്ലാവരും ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്കൊരു പട്ടാളക്കാരൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. അയാൾ എഴുതിയിരിക്കുന്നത് വളരെ വൈകിയാണെങ്കിലും എന്ന പ്രയോഗം. അതെന്തുകൊണ്ടാണ് വൈകിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, വൈകിയെന്ന് നിങ്ങളൊക്കെ പറയുന്നു. അതെ, അത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അന്നൊരിക്കൽ ഇപ്പോൾ ഏകാന്തത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടി നാഷണൽ അവാർഡായിട്ട്. ഇത് ഋതുഭേദത്തിനും ഉണ്ടായിരുന്നു. അതും ലേറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തെന്നിയോ അതെ, അതുകൊണ്ട് അതായത് പെരുന്തച്ഛന് കിട്ടാൻ പോയത് ഒരു ചെറിയ വ്യത്യാസത്തിലാണ് അമിതാഭ് ബച്ചന് പോയതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് എല്ലാവരും ഒന്ന് എഴുതിയിരുന്നു, പത്രപ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു പേപ്പറിൽ, ഭയങ്കര മോശമായെന്നൊക്കെ. അപ്പോൾ അതിനൊന്നും സാറ് പ്രതികരിച്ചിട്ടില്ല? പക്ഷേ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചന് കിട്ടിയത് ചെറിയ ഡിഫറൻസിലല്ല, ഞാൻ തന്നെയായിരുന്നു മുകളിൽ. അന്ന് ഒരു രാഷ്ട്രീയ ലീഡർ, അതായത് അന്ന് നമ്മുടെ BJP ഭരണത്തിൽ കയറുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു സമയമായിരുന്നു. രാജീവ് ഗാന്ധിയെ കൊന്ന സമയം 90-ൽ. അപ്പോൾ അന്ന് കയറുമെന്ന് ഉറപ്പാണ്. എന്തെല്ലാം ചെയ്താലും BJP കയറും. അപ്പോൾ പിന്നെ BJPയെ കയറ്റാതിരിക്കാനുള്ള മാർഗം കോൺഗ്രസ് ശക്തമാകുക എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിനെ ശക്തമാക്കാൻ എന്തെല്ലാം മാർഗമാണ് നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ സിനിമാ താരങ്ങൾ വിചാരിക്കണം. അപ്പോൾ അമിതാഭ് ബച്ചൻ ഇതിന് 2 ആഴ്ച മുമ്പ് ഒരു ഡിക്ലറേഷൻ നടത്തി. ഈ ഇലക്ഷന് 2 ആഴ്ച മുമ്പ് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല. ഇത് കഴിഞ്ഞാണ് അമിതാഭ് ബച്ചൻ ഇത് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ അമിതാഭ് ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്തു. ഇതൊരു സാഹചര്യ തെളിവാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഇത് അശോക് കുമാർ ആയിരുന്നു അന്ന് ജൂറി ചെയർമാൻ. എൻ്റെയും ജൂറി ചെയർമാൻ അശോക് കുമാറിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും ഓരോ ഇൻ്റർവ്യൂ റിയാദ് ഡെയിലി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേപ്പറിൽ വന്നിരുന്നു. അതിൽ ആ പേപ്പറിൻ്റെ ഒരു പേജ് കംപ്ലീറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സ്ഥലം എടുത്തിരിക്കുന്നത് അശോക് കുമാറും ബാക്കി വലിയ സ്ഥലം എടുത്തത് ഞാനും, ഒരു ചെറിയ സ്ഥലം എടുത്തത് അമിതാഭ് ബച്ചനാണ്. അതിൽ അശോക് കുമാർ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ആസ്ക് മീ, ഇറ്റ്സ് എ സീക്രട്ട് ആണ്. അതായിരുന്നു ഹെഡ്ലൈൻ. അപ്പോൾ അശോക് കുമാറിന് പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു രഹസ്യമായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ഈ ഇൻ്റർഫിയറൻസ് ഉണ്ടായി എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. അത് നമ്മുടെ ഇന്ത്യയിലെ ഒരുപക്ഷെ നാമെല്ലാം സ്നേഹിച്ച ഒരു ലീഡറാണ് പറഞ്ഞത് അത് അമിതാഭ് ബച്ചന് കൊടുക്കാൻ. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ കൊടുത്തു. അപ്പം മറ്റേയാളിനാണ് കൂടുതലും മാർക്ക്, അയാൾക്ക് അടുത്ത കൊല്ലം കൊടുക്കാം. അവാർഡ് വന്നില്ല, അവാർഡ് തരാൻ ആ പറഞ്ഞ ആളുമില്ല. അങ്ങനെ സംഭവിച്ചു. അതിന് മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇരകൾ എന്ന പടത്തിന് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്താണ് പത്രക്കാർ, 3-4 പത്രക്കാർ. ഇതിനും എടുത്തതാണ് ഈ പെരുന്തച്ഛനും. രാത്രി ഉറക്കളച്ച് 3-4 പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്ത് അവർക്ക് ഞാൻ ചായ ഇട്ട് കൊടുത്ത് അവസാനം നേരം വെളുത്ത് പത്രം വായിക്കുമ്പോൾ വേറെ ആളുണ്ട്. അങ്ങനെയാണ്. അന്ന് മനോരമയ്ക്കകത്തൊരു ഒരു കാർട്ടൂൺ വന്നിരുന്നു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂൺ. യേശുദാസ് വരച്ചാണ്. യേശുദാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതോടെ ഈ കൊച്ചനെ ബെച്ചൻ ചതിച്ചപ്പോൾ, അല്ല കൊച്ചനെ തച്ചൻ ചതിച്ചപ്പോൾ തച്ചനെ ബെച്ചൻ ചതിച്ചു. അത് വളരെ കവിതാത്മകമായ ഒരു കമൻ്റാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനതൊരു ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് കാണുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഇതിലെല്ലാം എന്തൊക്കെയോ രൂപം കൊണ്ട് ഈ കാർമേഘങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇൻ്റർഫിയറൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റും. അത് നമ്മുടെ ഭരണതലത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അഴിമതി എന്ന് പറയുന്ന സംഗതി, കൈക്കൂലി, ഇങ്ങനെല്ലാം ഉണ്ട്. അത് നമ്മൾ വിചാരിച്ചാൽ ഒറ്റയ്ക്കൊന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും പുറകെ പോകാത്തത്. ജനം എൻ്റെ പ്രേക്ഷകരാണ്. അവർ തീരുമാനിക്കട്ടെ. അവർക്കറിയാം എന്താണെന്നുള്ളത്. അതിൽ നമ്മൾ വിശ്വസിക്കും.